സ്നേഹമുള്ളവരെ, 3-ാം ദിവസം നമ്മൾ പ്രവേശിക്കുകയാണ് മാതാവിൻ്റെ കരം പിടിച്ച് ഈശോ തരുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മറക്കരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൃത്യമായി ധ്യാനിച്ചു. നമ്മളെ സത്യം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ഈ യാത്രയിൽ നമ്മൾ ധ്യാനിച്ച പല കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ സത്യം ഇതാണ്: യേശുക്രിസ്തു പഠിപ്പിക്കുന്ന സത്യം. ദൈവം പാപത്തെ വെറുക്കുമെങ്കിലും പാപിയെ വെറുക്കുന്നില്ല. യാത്രയിൽ നമ്മൾ കണ്ടു, എല്ലാം ഒരവസരമാണ്. ദൈവത്തെ, ഇത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളാണ് കേട്ടോ. അതായത് ദൈവം എനിക്ക് തരുന്ന എൻ്റെ സിൻസിയറിറ്റി, ഞാൻ എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് തരുന്ന അവസരങ്ങളാണ് പ്രതികൂല സാഹചര്യങ്ങൾ. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷൻസ് ഇട്ട് തരും. ദൈവം ഫോർബിഡൻ ചെയ്ത വിലക്കിയ സ്ഥലങ്ങൾ നമ്മൾ കറങ്ങേണ്ട കാര്യമില്ല. അത് കൺഫ്യൂഷൻ ഇട്ട് തരും. ആ കൺഫ്യൂഷൻ നമ്മളെ പാപത്തിലേക്ക് നയിക്കും. എന്നേക്കുമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അവിടെയും ദൈവം ചോദിക്കും, നീ അത് ചെയ്തോ? അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം, വിടുതൽ ലഭിക്കും എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ധ്യാനിച്ചു പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു പുതിയ ഹവ്വായായി രൂപം പ്രാപിക്കുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുപോവുകയായിരുന്നു. ഇന്നത്തെ വചനവിചിന്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി തമ്പുരാനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പാപികളുടെ സങ്കേതമാണ് പരിശുദ്ധ അമ്മ. പാപികളുടെ സങ്കേതമാണ് അമ്മ. ഈ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അമ്മേ, ഈശോ പാപികളെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അമ്മയും സ്നേഹിക്കുന്നത്. കാരണം എവിടെയൊക്കെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മ പാപികളോട് പറയുന്നുണ്ട്, മക്കളെ ഈശോയിലേക്ക് വാ, പാപം വിട്ട് ഈശോയിലേക്ക് വാ. ഞങ്ങളെ അമ്മ വെറുക്കുകയാണെങ്കിൽ ഒരിക്കലും അമ്മ ഒരു താക്കീത് തരാൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പാപമേഖല എന്താണ്? അതൊന്ന് ഓർത്തെടുക്കാവോ? അതൊന്ന് ഓർത്തെടുത്ത് പരിശുദ്ധ അമ്മയുടെ പാദത്തിങ്കിലേക്ക് അത് സമർപ്പിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ. ശരിക്കും അമ്മ ആശ്രയമാണ് ഞങ്ങൾ പാപികൾ. പാപിക്കായെന്നും അമ്മയുടെ സ്നേഹം പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപത്തിന്റെ ചേറിൽ ഞങ്ങൾ വീണ് ഉടലുമ്പോൾ, പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരോ ഈശോയെ മാറോട് ചേർത്തതുപോലെ നിന്നെ എന്നും മാറോട് ചേർക്കാൻ. വാക്കുകളാണ് കേട്ടോ. ഇതാ നിന്റെ അമ്മ. ഈശോ പറയാണ്, ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിന്റെ നാഥയാണമ്മ. കുടുംബത്തിൻ നാഥയാണമ്മ. തിരുസഭയുടെ നാഥയാണമ്മ. തിരുസഭയുടെ നാഥയാണമ്മ. പരിശുദ്ധ അമ്മേ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ. എനിക്കുള്ള എൻ്റെ അമ്മ. ഇതാ നിന്റെ അമ്മ. ഇതാ നിന്റെ അമ്മ. ചേർന്ന് പാടാവോ? നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ നിന്റെ കൂടെ നിൽക്കാൻ, തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഈശോ പറയുന്നു, മക്കളെ ഇതാ നിന്റെ അമ്മ.
ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഈ പ്രേക്ഷകരെല്ലാവരും ഞങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ധ്യാനത്തിൻ്റെ 3-ാം ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. എലിസബത്ത് പറയുന്ന വാക്കുകളാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ വചനം ഒന്നെടുത്ത് ധ്യാനിക്കുകയാണ്. എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? 2 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മളോട് ധ്യാനിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഇത് ധ്യാനിക്കുമ്പോൾ തീർച്ചയായും മംഗളവാർത്ത എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതോടൊപ്പം തന്നെ ഇത് എഴുതി വച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കായാണ്. ലൂക്ക ഇതെങ്ങനെ എഴുതി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതറിയണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും, പ്രത്യേകിച്ച് യുവാക്കളോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഏത് പുസ്തകം വായിച്ചാലും ഏത് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റിക് വർക്കുകൾ അനലൈസ് ചെയ്യുമ്പോഴും അത് ആരെഴുതി, എന്തിനെഴുതി, ആർക്കു വേണ്ടി എഴുതി, ആ എഴുതിയ ആളുടെ പശ്ചാത്തലം എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചിട്ട് തർക്കിക്കാനും ഡിബേറ്റ് ചെയ്യാനും വാദിക്കാനൊക്കെ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് പുസ്തകമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, ആരെഴുതി, അങ്ങയുടെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു, ഏത് സാഹചര്യത്തിൽ എഴുതി, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചില ചിന്താഗതികളൊക്കെ വായിക്കുമ്പം സ്വന്തം ഭാര്യ ഇട്ടിട്ട് പോയി, ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിച്ചില്ല, തകർച്ചകൾ മാത്രം ഉള്ള ഒരു വ്യക്തി ഒരു പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ വ്യക്തി എഴുതുന്ന പുസ്തകത്തിൽ മുഴുവൻ ആ ഒരു സന്ദേശം മാത്രം ഉണ്ടാവുള്ളൂ. അത് പൊക്കി പിടിച്ച് വരുമ്പം നമ്മൾ ആ വ്യക്തിയെ നയിക്കുന്ന അതേ ആത്മാവിലൂടെ നമ്മളും സഹകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പലരും ഇന്നത് വായിച്ചിട്ട് തർക്കിക്കാനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം ബാക്ക്ഗ്രൗണ്ട് പ്രധാനപ്പെട്ട, ആർക്ക് വേണ്ടി എഴുതി, എന്തിനെഴുതി. ഇനി ഇത് എഴുതിയിരിക്കുന്നത് ലൂക്കാസ് സുവിശേഷകനാണ്. ആളൊരു ഡോക്ടറാണ്, നിസ്സാരക്കാരനല്ല, വൈദ്യനാണ്. അത് എങ്ങനെ എഴുതി എന്ന് നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതിനർത്ഥം തന്നെ ലൂക്ക എഴുതുമ്പോൾ ഓൾറെഡി വേറെ കുറേ ആൾക്കാർ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഈശോയെക്കുറിച്ച്. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ശ്രദ്ധിച്ചു നോക്കണമേ, ആദ്യമായി പറഞ്ഞിരിക്കുന്നതാണ് സൂക്ഷ്മമായി. ഓൾറെഡി പലരും എഴുതിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഉദ്ദേശം ഇതാണ്. ലൂക്ക പറയുന്നു, സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഒരു ഓർഡറോടുകൂടി ഞാൻ നിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സുവിശേഷം എഴുതിയത് പരിശുദ്ധ അമ്മയുടെ പാദത്തിൽ ഇരുന്നു കൊണ്ടാണെന്നാണ് പാരമ്പര്യം. പിന്നെ പാരമ്പര്യമില്ലാത്തവർക്ക് ഇതൊന്നൊരു വിഷയമല്ല കേട്ടോ, പാരമ്പര്യമില്ലാത്തവർക്ക്. പക്ഷേ ഒരു കാര്യം അച്ഛന് പറയാനുണ്ട്, മാതാവിൽ വിശ്വാസമില്ലാത്ത, മാതാവിനെ അംഗീകരിക്കാത്ത, പാരമ്പര്യത്തെ അംഗീകരിക്കാത്ത സഹോദരങ്ങളോടൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബൈബിൾ പോലും അംഗീകരിക്കാൻ പാടില്ല. നിങ്ങൾ ബൈബിൾ അംഗീകരിക്കാൻ പാടില്ല. കാരണം ഈ ബൈബിൾ എഴുതപ്പെട്ട പാരമ്പര്യമാണ്. വാമൊഴിയായി പരന്നു നടന്ന ദൈവവചനങ്ങൾ ഈ അപ്പസ്തോലന്മാരും ആൾക്കാരും മരിക്കാറായി തുടങ്ങിയപ്പം
എഴുതി വെക്കേണ്ടി വന്നതാണ് ആക്ച്വലി. കാരണം അതിൽ വെള്ളം ചേർക്കപ്പെട്ട് തുടങ്ങിയപ്പം ഇനി ഇത് പറഞ്ഞു പോകുന്തോറും അതിൻ്റെ അർത്ഥമൊക്കെ മാറിപ്പോകുന്ന കണ്ടപ്പം അത് എഴുതി വെക്കുക. അതുകൊണ്ടാണ് ഈ സീറോ മലബാർ സഭ ഇത് പരിഷ്കരിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ശംശിയായുടെ സുവിശേഷം അവരറിയിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും അക്കോർഡിംഗ് ടു ദ പ്രീച്ചിങ് ഓഫ്, അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ പ്രസംഗത്തിനനുസരിച്ചുള്ള സുവിശേഷം. ആ രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് എഴുതപ്പെട്ട പാരമ്പര്യമാണ്. ഇതിൽ എഴുതാത്ത ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട്. എല്ലാം ബൈബിൾ എഴുതിയിട്ടില്ലെന്ന് യോഹന്നാൻ സുവിശേഷം പറയുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് എഴുതപ്പെടാത്ത പാരമ്പര്യത്തിൽ ഒന്നാണ് വിശുദ്ധ ലൂക്ക സുവിശേഷം എഴുതിയത് മാതാവിൻ്റെ പാദത്തെങ്കിൽ ഇരുന്നു കൊണ്ടാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷമാണ് ഏക സുവിശേഷം മാതാവിൻ്റെ കണ്ണിലൂടെയാണ് ഈശോയിലേക്ക് എത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം ഔസേപ്പിതാവിനെ പിടിച്ചിട്ടാണ് ആ യാത്ര തുടങ്ങുന്നതെങ്കിൽ ലൂക്കായുടെ സുവിശേഷം മാതാവിൻ്റെ കണ്ണിലൂടെയാണ് ഈശോയുടെ ജീവചരിത്രത്തെ നോക്കിക്കാണുന്ന മാതാവിൻ്റെ കണ്ണുകളിലൂടെയാണ്. എടാ മോനെ, അന്ന് എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത്, അന്ന് സംഭവിച്ചത് ഇങ്ങനെയാടാ എന്ന് കൃത്യമായി ലൂക്കായ്ക്ക് പറഞ്ഞു കൊടുത്ത പോലെ. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഓർഡർ നിർണ്ണയിച്ചു കൊടുത്ത്, ഈ ക്യാനൺ നിർണ്ണയിച്ചു കൊടുത്തത് പരിശുദ്ധ അമ്മയാണ് എന്നുള്ള ആ പാരമ്പര്യത്തെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ സുവിശേഷം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് ലൂക്ക എഴുതുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഓർഡർ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്താണ് മാതാവിൻ്റെ വിശ്വാസം? ലൂക്കയുടെ സുവിശേഷം 1:26 മുതൽ ദൂതൻ മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നു, മംഗളവാർത്ത അറിയിക്കുന്നു. മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെയാണ്. അസ്വസ്ഥയായി, അസ്വസ്ഥ സത്യമാണ്. കുഞ്ഞാടി, നീ ഗർഭിണിയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, ഒന്ന് യേശു എന്ന് പേരിടണം. ഉടനെ മാതാവ് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കാനാണ്? ശരിക്കും പറഞ്ഞാൽ ഇതേ ലൂക്ക തന്നെ 1-ാമത്തെ അധ്യായത്തിൽ ഒരു പേജ് പ്രത്യേകിച്ച് മറച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇതേ ചോദ്യം ചോദിച്ച ആളാണ് പുരോഹിതനായ സക്കറിയ, സ്നാപക യോഹന്നാൻ്റെ അപ്പൻ. ഇതെങ്ങനെ സംഭവിക്കും? ഞങ്ങൾക്ക് പ്രായമായല്ല. നാട്ടു നടപ്പനുസരിച്ച് വൈദ്യശാസ്ത്രപരമായിട്ട് ഇത് ഒരിക്കലും നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. രണ്ടുപേരും ചോദിച്ചത് ഒരേ ചോദ്യമാണെങ്കിലും ഒരാൾക്ക് രക്ഷയും മറ്റൊരാൾക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞൊരു ശിക്ഷയാണ് കൊടുത്തത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? സക്കറിയ എന്ന് പറയുന്ന പുരോഹിതൻ, അവന് പ്രായമേറെയാണെങ്കിലും ഒരു പുരോഹിതൻ മറക്കാൻ പാടില്ലാത്ത ദൈവരഹസ്യം മറന്നുപോയിട്ടുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അബ്രാഹത്തെ മറന്നു, സാറയെ മറന്നു, അതുപോലെ തന്നെ വന്ധ്യയായിരുന്ന മക്കളില്ലാതെ പോയ ഹന്നയ്ക്ക് ദൈവം മകനെ കൊടുത്തതെല്ലാം ഇവർ മറന്നുപോയി. എല്ലാ ദിവസവും പോയി ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് അന്ന് വിശേഷമായി ധൂപാർപ്പണം നടത്താൻ വേണ്ടി അകത്ത് കയറിയപ്പം ദൂതൻ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നതാണ്? സക്കറിയയുടെ മോനെ, നിന്റെ പ്രാർത്ഥന, ആരുടെ പ്രാർത്ഥന? നിന്റെ പ്രാർത്ഥന. അവൻ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ്, എനിക്കൊരു കുഞ്ഞിനെ തരണേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറഞ്ഞാൽ പറയാ, പിന്നെ സത്യമാ, ശരിക്കുവാ. ഈ നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ഞാനിതിനെക്കുറിച്ച് അല്പം കൂടി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും? ദൈവം അത് ചെയ്യുമെന്ന് പറയുമ്പോൾ പിന്നെ ഉടനെ ദൈവം പറയും, മിണ്ടായിരിക്കടാ. ദൈവം പറഞ്ഞില്ല, അധികം കൊടുത്തവനിൽ നിന്നും അധികം ആവശ്യപ്പെടും. ഒരു പുരോഹിതനിൽ നിന്നും ദൈവം പ്രതീക്ഷിച്ച മറുപടി അല്ല സക്രിയയിൽ നിന്ന് കിട്ടിയതും, അതും അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ട്. ശ്രദ്ധിക്കണമേ, എന്തുമാത്രം നിങ്ങൾ ആ ധ്യാനങ്ങളൊക്കെ കൂടി വചനമൊക്കെ വായിച്ച് വളർന്നു വരുന്നുണ്ടോ അത്രമാത്രം ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടുന്നുണ്ട് കേട്ടോ. അപ്പം ദൈവത്തിന് പ്രത്യുത്തരം കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വത്തോട് കൊടുക്കാൻ തയ്യാറാവണം, അത് മറക്കാതിരിക്കുക. ഇനി മാതാവിലേക്ക് കിടന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി സ്ത്രീ, അവളുടെ നിഷ്കളങ്കതയിൽ ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ശ്രദ്ധിക്കണമേ, ഈ ചോദ്യം നമ്മുടെയൊക്കെ ചോദ്യമാവുന്ന സമയങ്ങളുണ്ട്. ചില മക്കളുടെ വഴിതെറ്റിയുള്ള പോക്കെ കണ്ടു കഴിയുമ്പോൾ അമ്മമാരും ചോദിക്കും, എന്താ വെച്ചാ ഇവൻ്റെ കാര്യം എന്താവുന്ന ഒരു പിടുത്തൂല്ല അച്ഛാ, ഇങ്ങനെ പോയി എവിടെ പോയി അവസാനിക്കുന്ന ഒരു പിടുത്തൂല്ല അച്ഛാ, അച്ഛ ഒന്ന് പ്രാർത്ഥിക്ക്. ചില ജീവിത പങ്കാളിയുടെ മുന്നോട്ടുള്ള പോക്ക് കാണും, അച്ഛാ മടുത്തച്ഛ, ഇങ്ങനെ പോയാൽ എവിടെ പോകുന്ന അറിഞ്ഞൂടാ, അല്ലെങ്കിൽ വീട്ടിൽ കാശില്ല അച്ഛാ, ഇങ്ങനെ പോയാൽ കൊച്ചു പഠിക്കാറാവുമ്പോഴേക്കും കല്യാണം ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നൊരു പിടുത്തൂല്ല അച്ഛാ. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യം നമ്മുടെയും ചോദ്യങ്ങളാവുമ്പം അമ്മയിലൂടെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറുപടി ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മാതാവിനോട് ഒരിക്കലും ദൈവം പറഞ്ഞില്ല, മോളെ പേടിക്കണ്ടടി, ഔസേപ്പിതാവ് എന്നെ സ്വീകരിക്കും,
പിന്നെ രാത്രി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സ്ഥലമൊന്നും കിട്ടൂല, ചെറിയതായ കൊതുകടിയൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു പിന്നെ പശുത്തൊഴുത്തിയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പ്രസവിക്കേണ്ടി വരും, രാത്രി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കൊച്ചിനെ എടുത്ത് പോണ്ടി വരും. ഇങ്ങനെ പ്ലാൻ ഒന്നും കൊടുത്തില്ല. കൊടുത്ത ഒറ്റ മറുപടിയാണ് പരിശുദ്ധാത്മാവ് വരും. ഇത് ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്കറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമ കോൺസെപ്റ്റാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരു യഹൂദ വിശ്വാസ തലത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ തരംതിരിച്ച് കാണുന്ന ഒരു കാര്യം അവിടെ ഇല്ല. ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ മാതാവിന് എന്തെങ്കിലും മനസ്സിലായോ ദൂതൻ പറഞ്ഞത്? ഒന്നും മനസ്സിലായിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവത്തിന് വിളിക്കപ്പെടും. ഉടനെ തന്നെ മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അത് പറയാൻ കാരണം എന്താണ്? ദൂതന് മനസ്സിലായി, ഇതിനൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ദൂതൻ്റെ ഒരു ഉദാഹരണം എടുത്തിട്ടു. എടീ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തില്ലേ, ഗർഭിണിയാണ്. ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ മാനുഷികമായൊരു ഉദാഹരണം ദൈവത്തെ മുമ്പോട്ടിടുകയാണ്. ഇത് രണ്ടാമത്തൊരു വിളിയാണ് പ്രിയമുള്ളവരെ. അതായത് ദൈവത്തിന് ചൂണ്ടിക്കാട്ടാൻ ഭൂമിയിൽ നിന്നൊരു ഉദാഹരണമായി നിനക്കും എനിക്ക് മാറാൻ പറ്റുമോ? അച്ഛൻ കുറച്ച് അതിനെക്കുറിച്ച് പറയും കേട്ടോ. ഭൂമിയിൽ നിന്ന് ഉദാഹരണമായി നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? അപ്പോഴാണ് മാതാവിന് ക്ലിക്കാവുന്നത്. എലിസബത്ത് ഗർഭിണിയാണോ? ഉടനെ മാതാവ് പറയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, മനസ്സിലായാലും ഇല്ലെങ്കിലും നിന്റെ ഹിതം പോലെ നടക്കട്ടെ. എന്നിട്ട് മാതാവ് പോവാണ് എലിസബത്തിനെ കാണാൻ. ശ്രദ്ധിക്കണമേ, ലൂക്ക ഓർഡർ അനുസരിച്ചാണ് വചനം എഴുതിയിരിക്കുന്നത്. ശരിക്കും ആ സമയത്ത് മാതാവിൻ്റെ വിശ്വാസം പൂർണ്ണമായിരുന്നെങ്കിൽ സ്തോത്രഗീതം എന്ന് പറയുന്ന ആ ഭാഗം മംഗളവാർത്തയ്ക്ക് ശേഷം എഴുതി വെക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ സ്തോത്രഗീതം വന്നത് എപ്പോഴാണ്? മാതാവ് എലിസബത്തിനെ സന്ദർശിച്ച് കഴിഞ്ഞിട്ടാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാതാവ് ചെല്ലുന്നു. എലിസബത്ത് മാതാവിനെ കാണുമ്പോൾ തന്നെ ദൈവത്തിനും മാതാവിനും ഔഷധപിതാവിനും മാത്രം അറിയാവുന്ന ആ രഹസ്യം പുറത്തേക്ക് വിടുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഇതെങ്ങനെ? തൊട്ടു പിന്നാലെ സ്തോത്രഗീതം, മറിയത്തിൻ്റെ സ്തോത്രഗീതം. മാതാവ് പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? വിശ്വാസമില്ലെങ്കിലേ, ദൈവം വിശ്വാസത്തോടുകൂടി അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ള ഒത്തിരിയേറെ ആൾക്കാർ നിൻ്റെ ചുറ്റുമുണ്ട്. അന്വേഷിച്ച് പോകണം അവരുടെ അടുത്തേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് മഞ്ഞപ്പിത്തവുമായിട്ട് നാട്ടിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ നേരെ എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഡോക്ടർമാർ പറഞ്ഞു, അധികം നാൾ ജീവിക്കില്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് റെഡിയായിക്കോ. ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലൂറസെൻ്റ് മഞ്ഞ കളറാണ്. ഞാൻ പോയി കണ്ണ് നോക്കുമ്പം പുള്ളി കണ്ണ് തുറക്കുമ്പോൾ നല്ല ഫ്ലൂറസെൻ്റ് മഞ്ഞ കളറാണ്. ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ പ്രേതത്തെ കാണുന്നൊരു ഫീലാണ്. ഇദ്ദേഹം ഡോക്ടർമാർ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മരിക്കുന്നില്ല. ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഏകദേശം നശിച്ചു കഴിഞ്ഞു. ഡോക്ടർ അപ്പോൾ പറഞ്ഞിട്ട് മരിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു തീരുമാനം, ദൈവമേ, എൻ്റെ ഭർത്താവിന് ഞാനൊരു ടെസ്റ്റ് നടത്താൻ പോവാണ്. ഈ ടെസ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം നീ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് ധ്യാനിക്കാൻ വരാം. അങ്ങനെ ഈ ഭാര്യ പേഴ്സണലായിട്ട് ഈ ഭർത്താവിൻ്റെ യൂറിനോ മറ്റോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസം അതിൽ കണ്ടു. അങ്ങനെ ഈ ഭാര്യ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ റിലീസ് ചെയ്യണം, ധ്യാനം കൂടാൻ പോവാനാ. അപ്പം ഡോക്ടർ പറഞ്ഞു, നടക്കില്ല, പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയെ ബ്ലെയിം ചെയ്യും. ഭാര്യ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ഞാൻ എവിടെ വന്ന് എഴുതി ഒപ്പിട്ട് തരാം, ഈ ആശുപത്രിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എന്നിട്ട് ഡോക്ടർ ഒട്ടും സമ്മതിക്കുന്നുണ്ടായില്ല. ഈ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡിസ്ചാർജ് സമരം എഴുതി വലിച്ചെറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ പറക്കി കൂട്ടി ഈ ഭർത്താവിനെയും വലിച്ചു കെട്ടി ഡിവൈൻ ധ്യാന കേന്ദ്രം മുരിങ്ങൂരിൽ ധ്യാനിക്കാൻ വേണ്ടി കൊണ്ടുവരിക. അവിടെ നിന്ന് കിടപ്പ് രോഗികൾക്ക് താമസിച്ച് ധ്യാനിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്, നിങ്ങൾ പണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അവിടെ കിടന്ന് ധ്യാനിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം ആരാധനയ്ക്ക് ഈ നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഗൾഫിൽ നിന്ന്
മഞ്ഞപ്പിത്തവുമായി നാട്ടിലേക്ക് വന്ന ദേവസ്കുട്ടി എന്ന മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ഗൾഫിൽ നിന്ന് മഞ്ഞപ്പിത്തവുമായി വന്ന ദേവസ്കുട്ടി എന്ന മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഈ സമയം കട്ടിലേക്ക് കിടന്ന ഈ മനുഷ്യൻ ചാടി എഴുന്നേക്കുകയാണ്. ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഡോക്ടർമാർക്കടക്കം വണ്ടർ, ഇതെങ്ങനെ സംഭവിച്ചു? നശിച്ചു പോയ അവയവങ്ങളുടെ സ്ഥാനത്ത് നല്ല പുതുപുത്തനായിട്ട് പ്രവർത്തിക്കുന്ന അവയവങ്ങൾ, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ പോയിട്ട് ആ ദേവസ്കുട്ടിയുടെ ഭാര്യയോട് പറയാണ് ദൈവമില്ല, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദേവസ്കുട്ടിയുടെ ഭാര്യ നിങ്ങളെ വിശ്വസിക്കുമോ? പോട്ടെ, ഇതെല്ലാം കണ്ടു വളർന്ന അവരുടെ മകനോട് പോയിട്ട് ദൈവമില്ല, ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ അവരുടെ മകൻ വിശ്വസിക്കുമോ? എൻ്റെ അപ്പൻ്റെ പേരാ ദേവസ്കുട്ടി. ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അപ്പൻ്റെ കഥയാ. ഞാൻ കണ്ടതാണ് എൻ്റെ അപ്പൻ്റെ ദുരന്തം പിടിച്ച അവസ്ഥ. ഞാൻ കണ്ടതാണ് എൻ്റെ ദൈവം എൻ്റെ അപ്പനെ എങ്ങനെയാണ് എടുത്ത് ഉയർത്തിയത്, സുഖപ്പെടുത്തിയത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏരിയ ആണെങ്കിൽ അത് പോയിട്ട് പഠിക്കേ. ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ അത്ഭുതങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. വീട്ടിൽ ചോറിയും കുത്തിരിക്കാതെ എഴുന്നേറ്റ് പോയി അത് പഠിക്കേ. അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നോ, അവർ ശരിക്കും സുഖപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്ന മെഡിക്കൽ സയൻസ് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പോയി പഠിക്കേ. ഈ കണ്ണൂര് ഉള്ളൊരു ചേച്ചിയുണ്ട്. ചേച്ചീനെ മാമോദീസയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാ. ഫോണിലൂടെയാണ് തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ച് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തു. ആദ്യത്തെ സംസാരമാണ്. ചേച്ചീനെ ആരാണ് മാനസാന്തരപ്പെടുത്തിയത്? ചേച്ചി പറഞ്ഞു കർത്താവാണ്. ഞാൻ പറഞ്ഞു വാവു, കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇനി സത്യം പറ, എന്താ സംഭവം? അച്ഛാ, സത്യമായിട്ടും കർത്താവ് നേരിട്ടാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു എന്തോന്നാ ചേച്ചി പറയുന്നേ? ചേച്ചി പറഞ്ഞു എനിക്കൊരു മോളുണ്ട് അച്ഛാ. ആ മോൾക്ക് കോശങ്ങൾ നശിക്കുന്നൊരു രോഗമുണ്ട്. അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ മോള് എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് തന്നെ മരിക്കും. പക്ഷേ അത് എന്നാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും മോളെ ഒന്ന് നോക്കണം. 10 മിനിറ്റ് കൂടുതലൊക്കെ ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് പോകണം മോൾക്ക് വല്ല കുഴപ്പമുണ്ടോ. ഒരു ദിവസം രാത്രി, ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്, ഒരു ദിവസം രാത്രി ഈ ചേച്ചിയും മോള് രാത്രി ടോയ്ലറ്റിലേക്ക് പോയി തിരിച്ചു വരുന്നില്ല. ചെന്ന് നോക്കും മോള് താഴെ വീണ് കിടക്കുകയാണ്. ഈ മോളെ തൊട്ട് നോക്കിയപ്പം ശരീരം ഐസ് പോലെ. പൾസ് പിടിച്ചു നോക്കി, അനക്കൂല്ല. ഈ ചേച്ചിയുടെ പൂജാമുറിയിൽ കിടന്ന് നിലവിളക്കൊക്കെ കത്തിച്ച് അവിടെയുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞേ, ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് അലറി അച്ഛാ. എനിക്ക് അത്ര സങ്കടമായിരുന്നു. ഈ ലോകത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഏത് ദൈവമാണെങ്കിലും വരണം, എന്നെ സഹായിക്കണം. ഈ ലോകത്തിൽ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ആരാണെങ്കിലും ഈ നിമിഷം വരണം, എന്നെ സഹായിക്കണം. ചേച്ചി പറയാണ്, എൻ്റെ മുൻപിൽ ഒരു വലിയ പ്രകാശം വന്നു. അതിലൊരാളെ കണ്ടു. താടിയും മുടിയുമുള്ളൊരു വ്യക്തി, തലയിൽ കിരീടം, കയ്യിലൊരു സ്വർണ്ണദണ്ട്, കൈ നീട്ടി എൻ്റെ നേരെ പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് പറഞ്ഞിട്ടത് അപ്രത്യക്ഷമായി ടോയ്ലറ്റിൽ നിന്നും എൻ്റെ മോളുടെ സ്വരം ഞാൻ കേട്ടു. അമ്മേ! മോൾ ഓടി വന്നു. ഈ മോളെയും കൊണ്ട് രാവിലെ പെട്ടെന്ന് തന്നെ ആശുപത്രി പോകാൻ നോക്കുമ്പോൾ താക്കോൽ അടുത്തുള്ള ഫ്ലാറ്റിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഓടി ചെന്നപ്പോൾ അവിടുത്തെ ആൾ കുളിക്കുകയും മറ്റേ. അപ്പോൾ അവർ പറഞ്ഞു ആൻറ്റി, ആ സ്വീകരണ മുറിയിൽ കലണ്ടർ കണ്ട, കലണ്ടർ തൂക്കിയിട്ടാണല്ലേ ആ ആണിയില്ലേ, അവിടെയാണ് നിങ്ങളുടെ താക്കോല് വെക്കാറ്, അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ കലണ്ടറിൽ താക്കോല് വെച്ചിട്ട് തിരിയുമ്പം ആ കലണ്ടറിലെ ഫോട്ടോയിൽ ഈ അമ്മച്ചിയുടെ ചേച്ചിയുടെ കണ്ണുടക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പം ആ കലണ്ടറിലെ ഫോട്ടോയിലുള്ള ആൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ക്രിസ്ത്യാനികളുടെ വീടാണ്. ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഐ ആൻറ്റി, ഇതുവരെ പോയില്ലേ? നിക്ക്, ഈ ഫോട്ടോ ആരുടെയാ? അത് ഞങ്ങളുടെ ദൈവമാ, യേശു. ഇദ്ദേഹം ഇന്ന് വെളുപ്പിന് എൻ്റെ അടുത്ത് വന്നായിരുന്നു. എൻ്റെ മോളെ സുഖപ്പെടുത്തിയത് ഇദ്ദേഹമാ. അപ്പം ക്രിസ്ത്യാനിയുടെ മറുപടി എന്തായിരുന്നു അറിയോ? പിന്നെ ചുമ്മാ ചേച്ചിക്ക് തോന്നിയതായിരിക്കും. പിന്നെ ചുമ്മാ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അച്ഛൻ പറയാന്ന് പറഞ്ഞത്, സക്രിയയുടെ പ്രാർത്ഥന. ഇതുവല്ലൊക്കെ നടക്കുവോ? നോക്കിയേ, ക്രിസ്ത്യാനി ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയുടെ മറുപടിയായിരുന്നു, പിന്നെ ചേച്ചിക്ക് തോന്നിയതായിരിക്കും. ചേച്ചി പറയില്ല, ഇദ്ദേഹം തന്നെയാ വന്നതും എൻ്റെ മോളെ സുഖപ്പെടുത്തിയതും എൻ്റെ മോളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും. ചേച്ചി ഇന്ന് നല്ല കത്തോലിക്കായിട്ട് ജീവിക്കുക. വിവരമില്ലെങ്കിൽ ഇരുന്ന് ട്രോളാതെ, വാചകം അടിക്കാതെ പോയി അന്വേഷിക്കേ. ഈ പറഞ്ഞ സത്യമാണോ? ഫേക്കായിട്ടുള്ള സാക്ഷ്യങ്ങളെ നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുപോവാ.
ശ്രദ്ധിക്കണമേ, മാതാവ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠമാണ്, നിനക്ക് വിവരമില്ലേ? വിവരമുള്ളവർ, അതായത് ദൈവത്തിൻ്റെ അനുഭവവും അനുഗ്രഹവും സ്വീകരിച്ചവർ ഒത്തിരി പേര് നിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവരന്വേഷിച്ചു പോ, അല്ലാതെ ദൈവത്തെ അന്വേഷിച്ച് കണ്ട നിരീശ്വരവാദികൾ എഴുതിയ പുസ്തകത്തിലല്ല പോകേണ്ടത്. ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും കണ്ട ഗുരുക്കന്മാരും, ഇന്ന് ചാനലുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ശ്രീ ഗുരുക്കന്മാരും അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അവർ ഈശോയെക്കുറിച്ച് പറയുന്നു. അറേ, പിശാചിന് ഈശോയെക്കുറിച്ച് പറയാൻ പറ്റും? പിശാചിന് ഈശോയെക്കുറിച്ച് പറയാൻ പറ്റും? ഇത് മുഴുവൻ വചനമല്ലേ? ഇത് മുഴുവൻ ഈശോയല്ലേ? ഇവിടെ അന്വേഷിക്കാതെ വേറെ എവിടെ പോയി? ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ ബൈബിൾ വായിക്കില്ല, ബൈബിളിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം വായിക്കുന്നത് ഒരു ബന്ധനമാണ്. ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ ബൈബിള് നേരിട്ട് വായിക്കാതെ ബൈബിളിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബുക്കുകൾ വായിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ബന്ധനമാണ് ഇത്. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് മാതാവ് നിന്നെ ചലഞ്ച് ചെയ്യും. മാതാവ് നിന്നെ ചലഞ്ച് ചെയ്യും. വിശ്വാസമില്ലേ? പോ, ഒരു യാത്ര തുടങ്ങ്. എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എക്സ്പെരിമെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. പരീക്ഷിച്ചറിഞ്ഞ് നീ അങ്ങ് വിശ്വസിക്കുക, ഒരു അനുഭവം ഉണ്ടാക്കുക, ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ട് ഈ 3-ാം ദിവസം നമ്മൾ ധ്യാനിക്കുമ്പം എൻ്റെ തീരുമാനങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം. കളിയാക്കാതെ, തഴയാതെ, ഈ പറയുന്ന കാര്യത്തിൽ വല്ല കഴമ്പുണ്ടോ എന്ന് വണ്ടിക്കാശൊക്കെ മുടക്കി ഇത്തിരി പെയിൻ എടുത്ത് ഈ സാക്ഷ്യം പറയുന്നവരടുത്ത് പോയി സയൻറ്റിഫിക് ആയിട്ട് തന്നെ പ്രൂഫ് ചോദിക്കുക. ഈ രോഗം ഉണ്ടായിരുന്നു, ഇപ്പം മാറിയെന്ന് അതേ ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം. എന്നാലെങ്കിലും ഒന്ന് വിശ്വസിക്കടോ, ഇങ്ങനൊരു സാധ്യതയും പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. എന്നിട്ട് അമ്മയോട് ചേർന്ന് നമുക്കും സ്തോത്രഗീതം പാടാം. ഈശോ ഈ ഒരു അന്വേഷണ മനോഭാവം, ദൈവത്തെ ദൈവമുള്ളിടത്തും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിടത്തും പോയി അന്വേഷിക്കുന്ന അന്വേഷണ കൃപ എന്ന അനുഗ്രഹം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ആരാധന 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 ആരാധന. ചേർന്ന് പ്രാർത്ഥിച്ചേ. ആരാധന യേശുവേ, ആരാധന സ്നേഹമേ, ആരാധന. യേശു കർത്താവാണെന്നും യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ
പ്രഖ്യാപിക്കും. ചേർന്ന് പാടിക്കേ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷ പ്രാപിക്കുക. അധരം തുറന്ന് ഏറ്റു പറഞ്ഞേ, യേശു കർത്താവാണ്, രക്ഷ കിട്ടട്ടെ. ഹൃദയത്തിൽ വിശ്വസിച്ചത് മാത്രമായില്ല, അധരം തുറന്ന് നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം ആവർത്തിച്ചു പാടട്ടെ. യേശു കർത്താവാണ്, യേശു ദൈവമാണ്. കർത്താവാണെന്നും യേശു ദൈവമാണ് കർത്താവേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുനാഥ നീ ദൈവം. യേശുനാഥ നീ ആശ്രയം. യേശുനാഥ നീ ശൈയും എൻ്റെ കോട്ടയും നീ മാത്രമേ. ചെറു പാടിക്കേ, യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലയും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുവേ രക്ഷക, യേശുവേ രക്ഷക. ചേർന്ന് കർത്താവേ അനുഗ്രഹം ഒഴുകുന്നു, അഭിഷേകം ഒഴുകുന്നു എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും ഇടയിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഓ ആവർത്തിച്ചു പാടട്ടെ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരക്ഷയ്ക്കായി ഏകനാമം യേശുവേ. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. പാടിക്കേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും. പാടിക്കേ, എല്ലാ മുട്ടും മടങ്ങും, ഓ കർത്താവേ, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശു നീ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും. പാടിക്കേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും എല്ലാ നാവുകളും പാടട്ടെ. യേശു ക്രിസ്തു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. കർത്താവേ, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശു ഹലബക്കാര ബിക്കത്തോര ഹലബി ഷഹന്ദിയറ ബക്കാര ബിയറബ യേശു അരബനരിയറബോര ശത്തിക്കത്തോര ഹലബാര ഇതിക്കത്തോര ബിയറബ ശന്തല ഹബ്ബര 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 യേശുവേ ഹലബാര ബക്കത്തോര ശിക്കത്തിയറബ ഇന്നബോര ഹലബക്കത്തോര ബിക്കിയറബ യേശു അന്തര ബക്കാര ബിക്കത്തോര ബരബ യേശു ഹത്തോര ബക്കത്തോര ബരബ ശന്ദിയറ ബക്കത്തോര ഹലബിയറ യേശു അരബരബ യേശു അരബരബര ശത്തോര ഹലബ ശക്തി 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 രക്ഷകാ കർത്താവേ നാഥനേ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യനാഥനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ഈശോയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത്ഭുതമാണത്, അത്ഭുതമാണത്. ഈശോ പറഞ്ഞു, ദൈവം സ്നേഹമാണ്. വചനം പറയുന്നു ദൈവം സ്നേഹമാണ്. കുഞ്ഞേ, നീ ആഗ്രഹിക്കുന്ന സ്നേഹം നീ നിന്റെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ചുറ്റുമുള്ളവരോ തരുമെന്ന് കൊതിച്ച് പിന്നാലെ പോയി പണി മേടിച്ച് വേദനിച്ചിരിക്കുന്ന സ്നേഹം, നീ അന്വേഷിച്ച് നടന്ന സ്നേഹം, അത് ഞാനാണെന്ന് ഈശോ പറഞ്ഞു. ഞാനാണെന്ന് ഈശോ പറയുന്നു. ഈശോ പറഞ്ഞു, ഞാൻ വഴിയാണ്. കുഞ്ഞെ, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നീ തിരഞ്ഞെടുത്ത വഴികൾ പാളിപ്പോയപ്പോൾ അതിൻ്റെ ഫലമായി ഇന്നും സാമ്പത്തിക നഷ്ടങ്ങളും നാണക്കേടുകളും പേരിന് മുന്നോട്ട് പോകുമ്പോൾ ഈശോ പറയുന്നു, കുഞ്ഞെ, ഞാനാകുന്ന വഴി വിട്ട് തെറ്റായ വഴി എടുത്തത് കൊണ്ട് നിനക്ക് പറ്റിപ്പോയ അബദ്ധമാണ്. ഒത്തിരിയേറെ മക്കൾ പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അച്ഛാ, പഠനമൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അച്ഛാ. ഒരു ജംഗ്ഷനിൽ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്നറിയില്ല. വചനം പറയുന്നത് പോലെ പിന്നിൽ നിന്നൊരു സ്വരം നിനക്ക് കിട്ടും, കുഞ്ഞെ, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈശോ പറയും, ഞാനാണ് കുഞ്ഞെ വഴി. പലപ്പോഴും പലരും, ഒത്തിരി പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പോലും കൗൺസിലിങ്ങൾക്ക് കടന്നു വരുമ്പോൾ അവർ പറയും, ഒത്തിരി പ്രശസ്തരാണ്, സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. അവർ പറയും, അച്ഛാ എനിക്ക് ആരുമില്ല അച്ഛാ. ഇപ്പൊ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്നതാ ചേട്ടൻ ഈ പറയുന്നത്? ചേട്ടനൊന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തുമാത്രം ആൾക്കാരാ ഫാൻസ് ആയിട്ടുള്ളത്. അപ്പൊ അവര് പറയും, അച്ഛനൊന്നും അറിയാൻ പാടില്ല ചേട്ടാ, അച്ഛാ എനിക്ക് ആരുമില്ല അച്ഛാ. ചത്ത പോലെ ജീവിക്കുന്നേ ഉള്ളൂ, ചത്ത പോലെ ജീവിക്കുന്നു. കുഞ്ഞെ, അത് നിന്റെ അവസ്ഥയായിരിക്കും. ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നു ചത്ത പോലെ. നിന്നെ നോക്കി ഈശോ പറയും, ഞാനാണ് ജീവൻ, ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ നീ. നിനക്ക് ജീവനില്ലാത്ത അവസ്ഥയുണ്ടോ? ഈശോ പറയും, മോനെ, നിനക്ക് വേണ്ടത് ഞാനാണ് ജീവൻ. കുഞ്ഞെ, നീ രോഗിയാണോ? ദൈവം അനുവദിക്കാത്ത ഒരു രോഗത്തിന് അടിമയാണോ നീ? ജീവിതശൈലി രോഗങ്ങൾ, എൻ്റെ അച്ചടക്കമില്ലാത്ത ജീവിതം കൊണ്ട് ഞാൻ പലതും വിളിച്ചു വരുത്തുമ്പോ ദൈവം നിന്നോട് പറയും, നിന്റെ ശരീരത്തിന് ആവശ്യം സൗഖ്യദായകനായ എന്നെയാണ്. നീ തേടുന്ന സൗഖ്യം കർത്താവാണ്. മകനെ, നിനക്ക് സമ്പത്തില്ലാതെ ഉടലുമ്പോ നിന്റെ ദൈവം നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, 28-ാം അധ്യായത്തിൽ, നീ ഒരിക്കലും കടം വാങ്ങേണ്ടി വരികയില്ല, നീ അനേകർക്ക് കടം കൊടുക്കും. അതായത് സമ്പത്ത് നൽകി അനുഗ്രഹിക്കാൻ കൽപ്പുള്ള നിന്റെ കർത്താവിനെയാണ് നിന്റെ കുടുംബത്തിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് പണസമ്പന്നമായി സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥ തേടുന്നത് സമ്പത്തിനും അധികാരമുള്ള കർത്താവിനെയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ പ്രകാശമാണ്. കുഞ്ഞെ, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ എല്ലാ ദിവസവും നീ ഓടി നടക്കുന്നേ, നീ തേടി നടക്കുന്നേ? കണ്ണു തുറന്ന് നോക്ക്, ഇവിടെയുണ്ടത്. നീ തേടുന്നതെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ പിശാച്, ആ നരക സർപ്പം, നിന്നെ ഡ്യൂപ്ലിക്കേറ്റുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡ്യൂപ്ലിക്കേറ്റുകളുടെ അടുത്തേക്ക്. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ്?
ഒറിജിനലിന്റെ ഓപ്പോസിറ്റ് അല്ല, ഒറിജിനലിന്റെ വിപരീതമല്ല ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ പോലെ ഇരിക്കുന്ന കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ഒറിജിനൽ പോലെ ഇരിക്കുന്ന, എന്നാൽ യഥാർത്ഥമായ പ്രോഡക്റ്റ് അല്ലാത്ത മറ്റൊന്ന്, അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. കുഞ്ഞേ, നീ തേടിയ സ്നേഹം ഈശോയായിരുന്നു. പക്ഷെ പലരുടെയും ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹത്തിൽ പിശാച് നിന്നെ ബന്ധിച്ചു. നീ തേടിയ വഴി കർത്താവായിരുന്നു. പക്ഷെ കുഞ്ഞേ, ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എന്ന് തോന്നുന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് വഴിയിൽ നിന്ന് പിശാച് കൊണ്ട് ചാടിച്ച് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിച്ചു. കുഞ്ഞേ, നീ ആഗ്രഹിച്ച പല കാര്യങ്ങളും അതിലൂടെ നീ തേടിയത് ഈശോയാണെങ്കിൽ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചിലത് കൊണ്ടുവന്ന് വിശുദ്ധ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തും. പിശാച് പോലും പ്രഭാപൂർണനായ ദൂതന്റെ രൂപത്തിൽ വരും. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവൻ വന്ന് നിന്നെ ചാടിച്ചു. നീ തേടിയ സ്ഥലങ്ങൾ മാറിപ്പോയി, നീ തേടിയ വ്യക്തികൾ മാറിപ്പോയി. കണ്ണു തുറന്ന് കാണ്. ഇതാ നീ തേടുന്നതിനെല്ലാം ഏക ഉത്തരം ഈശോ. നീ തേടുന്നതിനെല്ലാമുള്ള സൊല്യൂഷൻ, പരിഹാരം കർത്താവ് നിന്റെ മുൻപിലായിരിക്കുന്നു. പരിശുദ്ധ അമ്മ നിന്നെ പഠിപ്പിക്കും. വിശ്വാസം എന്ന് പറയുന്നത് ഒരു തേടലാണ്. നിനക്ക് അനുഭവമില്ലെങ്കിൽ അത് അനുഭവമുള്ളവന്റെ പക്കലേക്ക് അന്വേഷിച്ചു പോ മകനെ, അന്വേഷിച്ചു പോ. നിനക്ക് അനുഭവമില്ലെങ്കിൽ അനുഭവിച്ചവരുടെ അടുത്ത് പോയി തേട്. തെറ്റിപ്പോയില്ലേ? അന്വേഷിച്ച സ്ഥലങ്ങൾ തെറ്റിപ്പോയില്ലേ? അന്വേഷിച്ച വ്യക്തികൾ തെറ്റിപ്പോയില്ലേ? അന്വേഷിച്ച സിദ്ധാന്തങ്ങൾ തെറ്റിപ്പോയില്ലേ? ഇതാ നിന്റെ കർത്താവ് നിന്റെ മുൻപിൽ. നീ തിരികെ വാ. നിന്റെ തമ്പുരാന്റെ മുൻപിൽ അടിയറ വയ്ക്ക്. നിന്നെ തന്നെ സമർപ്പിക്ക്. നീ പറ, ഞാൻ തേടിയതെല്ലാം തേടേണ്ടതല്ലെന്നും, ഞാൻ നേടിയതെല്ലാം സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളല്ലെന്നും, ഞാൻ വഴി നോക്കാതെ ഓടിപ്പോയ സമയങ്ങളുണ്ടെന്നും അറിയുന്ന കർത്താവേ, അറിയുന്ന ദൈവമേ, മനസ്താപത്തോടെ തിരിച്ചു വന്ന് കണ്ണുനീരോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും, ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും, ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും, ഞാൻ കൈവിട്ടതെല്ലാം ഗുരു തന്നതാണെന്നും അറിയുന്നു ഞാനീ നിമിഷം. മനസ്താപത്തോടെ പാടിക്കേ. അഭിഷേകം ഒഴുകുന്ന നിമിഷം. ഒരിക്കൽ കൂടി ഒന്ന് പാടാവോ? ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും, ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും, ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും, ഞാൻ കൈവിട്ടതെല്ലാം ഗുരു നന്മകളെല്ലാം വ്യർത്ഥമാക്കി കളഞ്ഞതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു ഈശോ. അഭിഷേകം ഒഴുകുന്ന ആരാധനയുടെ സമയമാണിത്. അഭിഷേകം ഒഴുകുന്ന നിമിഷം. സാധിക്കുന്നവരൊന്ന് മുട്ടുകുത്തി നിൽക്കാവോ? രണ്ട് കൈയും നിങ്ങളുടെ മുൻപിൽ ഒന്ന് തുറന്നു പിടിക്കുക. കൈ വിരിച്ചു പിടിക്കണ്ട. മുട്ടുകുത്തുന്നത് എളിമപ്പെടുത്തുന്നതിന്റെ പ്രതീകമാണ്. മുട്ടുകുത്തി രണ്ട് കൈകളും നിന്റെ മുൻപിൽ ഒന്ന് തുറന്നു പിടിക്കുക. ഇനി മുട്ടുകുത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും നിന്റെ രണ്ട് കരങ്ങളും നിന്റെ മുൻപിൽ ഒന്ന് തുറന്ന് നെഞ്ചോട് ചേർത്ത് എല്ലാം ഒന്ന് സമ്മതിച്ച് ഈശോ തന്ന കൃപകളെ നഷ്ടപ്പെടുത്തിയതിനോടത്ത് മാപ്പ് ചോദിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പാടിക്കേ. ഞാൻ തേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും, തെറ്റിപ്പോയി കർത്താവേ, തെറ്റിപ്പോയി. ഞാൻ നേടിയതെല്ലാം സ്വർഗീയമല്ലാത്ത ബിസിനസ്സുകളൊക്കെ തുടങ്ങി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ഞാൻ ഓടിയതെല്ലാം
വഴി കർത്താവേ, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോയി കർത്താവെ ചില വഴികളിൽ. ഞാൻ കൈവിട്ടതെല്ലാം എന്തോരം ഗുരു തന്ന നീ തന്ന ദാനങ്ങളും കൃപകളും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ഈശോയെ അറിയുന്നു. അറിയുന്നു ഞാൻ ഈ നിമിഷം അഭിഷേകം ഒഴുകുന്ന നിമിഷം. ഈശോ അറിയുന്നു കർത്താവെ, ഞാൻ ഈ നിമിഷം കൃപ സ്വീകരിച്ച വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ, അതിനെ ട്രോളി, അതിനെ വകവയ്ക്കാതെ കളിയാക്കി, അങ്ങനെയുള്ളതിനെതിരെ നെഗറ്റീവ് കമന്റുകളിട്ട് സത്യമെന്തെന്ന് തിരിച്ചറിയാതെ ദൈവത്തോടും ദൈവിക സംവിധാനത്തോടും ദൈവം നൽകിയ അത്ഭുതങ്ങളോടും മറുതലിച്ച് കളിയാക്കി ഞാൻ നിന്ന നിമിഷങ്ങൾ കർത്താവേ, ഞാൻ സൈത്താനിക ആരാധനയിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. ഈശോയെ, ഇന്ന് ഞാൻ മനസ്തപിക്കുന്നു. ഈശോയെ, ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ഞാൻ തീരുമാനിക്കുന്നു, എന്തോരം വീഴ്ച വീണിട്ട് ഞാൻ പഠിക്കണില്ല കർത്താവേ. എന്റെ തന്നെ പ്ലാനും പദ്ധതി ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും ഗതി പിടിച്ചിട്ടില്ല കർത്താവേ. എന്നിട്ടും ഞാൻ തിരിച്ചറിയണില്ല ഈശോയെ വഴി തെറ്റാണെന്നുള്ളത്. കർത്താവേ, ഒരു ചാൻസ്, നിന്റെ കൃപയോട് ഒരു കണം എന്നിലേക്ക് തിരിച്ചു തരണമേ. അപപിതാവേ, എന്നെ ഈശോയിലേക്ക് ഒന്ന് ആകർഷിക്കണമേ. തിരിച്ചറിവ് കിട്ടട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോ ഉള്ളിടത്ത് ഈശോയെ തേടാനുള്ള കൃപ കിട്ടാൻ വിശ്വാസം നൽകണമേ. എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വാസം നൽകണമേ. ചേർന്ന് പാടിക്കേ. വചനം പറയുന്നു, വിശ്വാസം ദൈവ ദാനമാണ്, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാണ്. ചേർന്ന് ആഗ്രഹിച്ചൊന്ന് പാടാവോ? വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. സംശയിക്കാതെ വിശ്വസിക്കാനുള്ള കൃപ തരണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ദൈവത്തെ ദൈവമുള്ളവർക്ക് അന്വേഷിക്കാനുള്ള തീക്ഷ്ണതയായി വിശ്വാസം തരണേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ദൈവിക സംവിധാനത്തെ കളിയാക്കുന്നതിന് മുമ്പ് അത് സത്യമാണ് എന്ന് അന്വേഷിച്ചറിയാനുള്ള വിശ്വാസ കൃപ തരണേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മയെ പോലെ ദൈവകൃപ സ്വീകരിച്ചവരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അത് ബോധ്യപ്പെടാനുള്ള കൃപ തരണേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ. പാടിക്കേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. ചേർന്ന് വിശ്വാസം നൽകണേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പ്രിയ മകനെ, മകളെ, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഏതെങ്കിലും പൈശാചിക പീഡകൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. മർക്കോസ് 16:17 മുതൽ വിശ്വസിക്കുന്നവന്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവൻ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആദ്യത്തെ അടയാളം പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്നുള്ളതാണ്. രണ്ടാമത് രോഗങ്ങൾ സുഖപ്പെടുത്തും. രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. നീ രോഗിയാണെങ്കിൽ നിനക്ക് നിന്റെ മേൽ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കാം. നിന്റെ കുടുംബത്ത് രോഗങ്ങളുള്ളവരുണ്ടെങ്കിൽ ആത്മനാൽ അവരുടെ ശിരസിലേക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലെയിം ചെയ്യാൻ പോവാണ്. രണ്ട് കാര്യങ്ങൾ.
ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസക്കുറവ് എന്റെ വിശ്വാസക്കുറവ് അങ്ങ് പരിഹരിക്കണമേ, അങ്ങ് പരിഹരിക്കണമേ, അങ്ങ് പരിഹരിക്കണമേ, അങ്ങ് പരിഹരിക്കണമേ. എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. എന്റെ അവിശ്വാസം എന്റെ അവിശ്വാസം അങ്ങ് അങ്ങ് കണക്കിലെടുക്കരുത്. കണക്കിലെടുക്കരുത്. കർത്താവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസക്കുറവ് എന്റെ വിശ്വാസക്കുറവ് അങ്ങ് കണക്കിലെടുക്കരുത്. അങ്ങ് കണക്കിലെടുക്കരുത്. എനിക്കിത് ചെയ്തു തരണമേ, ഇത് ചെയ്തു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തവണ്ണം സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശന്തല ഹംബല 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 ശീല കമ്പികത്തോര ഹലബക്കത്തോര ഹദാര ബക്കര ബത്തരികരബി ശന്തല ഹബക്കത്തോര ഹലബികത്തോര ഹലബരബ ശഹതര ബക്കര ബിയറബ ശന്തിയര ബക്കര ബിയറ ഹദിയര ബക്കര ബിയ യേശ്വര ബര ഹദരബിയ ഹദിയര ബക്കര ബിയ യേശ്വര ബക്കതരബ യേശ്വര ബഹറിയ ഹല്ലേലൂയ റിയ 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 റിയ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പ്രാർത്ഥിച്ചേ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹൃദയം സംബന്ധമായ രോഗമുള്ള 2ഓളം വ്യക്തികളെ കർത്താവ് നിമിഷം തൊടുന്നുണ്ട്. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പാടിക്കേ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ദൈവം പേര് വെളിപ്പെടുത്തുന്നു. ഇനിയും ഇനിയും കൃപ തോന്നിക്കരുതിടണേ. സോറിയാസിസ് ഉള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു. നടത്തണേ തിരുഹിതം പോ. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. പാടിക്കേ. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, വിശ്വസിച്ച് വിശ്വസിച്ച് പാടിക്ക്. വിശ്വസിച്ച്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. നീ കാണും ദൈവത്തിന്റെ മഹത്വം, നീ കാണും ദൈവത്തിന്റെ മഹത്വം. വിശ്വസിക്കും മകനെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കും മകനെ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ദൈവം ഇടപെടും. ചില കുടുംബങ്ങളിലെ പൈശാചിക പീഡകളുടെ കെട്ടുകൾ യേശു നാമത്തിൽ പൊട്ടി വീഴുന്നു, പൊട്ടി വീഴുന്നു, പൊട്ടി വീഴുന്നു, പൊട്ടി വീഴുന്നു. യേശു നാമത്തിൽ, യേശു നാമത്തിൽ ചേർന്ന് പാടിക്കേ. കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ അത്ഭുതം പ്രവർത്തിക്കുന്ന നാഥനേ, ഇന്നും എന്റെ കൂടെ ഉണ്ട്. പാടിക്കേ. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പാടിക്കേ. എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. ഇരുകരണം നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വയം പറയണം, ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. പാടിക്കേ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. എല്ലാ ടെൻഷനും ഒന്ന് ഓർത്തെടുക്കണം. എല്ലാ ടെൻഷനും ഓർത്തെടുത്ത് കർത്താവിന്റെ പാദത്തിങ്കൽ അടിയറ വെച്ചുകൊണ്ട് പാടിക്കേ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. പാടിക്കേ. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയിൽ താങ്ങി. വിശ്വസിച്ച് 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 പാടിക്കോ. അവൻ എന്നെ സഹായിക്കും, കുഞ്ഞെ, ഉറപ്പാ. ശക്തനാക്കും,
വലം കയ്യാൽ താങ്ങി നിർത്തും. അടിയറ വെച്ചങ്ങ് പാടിക്കേ. അവൻ എന്നെ സഹായിക്കും. സഹായിക്കും. ആമേൻ പറഞ്ഞങ്ങ് സ്വീകരിച്ചു. വലം കയ്യാൽ താങ്ങി നിർത്തും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് ഈശോ. കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല, ഭയപ്പെടില്ല, ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. കാറ്റിനെയും തിരകളെയും ശാന്തമാക്കിയ കർത്താവാണ് നിന്റെ കൂടെ ഉള്ളത്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പം വിശ്വാസത്തോടെ ഒന്ന് പാടാമോ? സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. പാടിക്കേ. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ ഈശ്വര ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പാടുന്നു. നാഥൻ ഭയപ്പെടില്ല, ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല.